ഒരു എഞ്ചിനീയർ കൂടിയായ ടി ജിയോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. കാരണം ഇന്നലെ ഒരു വാർത്ത കണ്ടു. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പരീക്ഷാ ഫലം വന്നു. 75% 26 കോളേജുകളിൽ തോൽവി. ഒരു കോളേജിൽ മുഴുവൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും തോറ്റുപോയി. അപ്പോൾ നമ്മുടെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകുമെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് എല്ലാവരുടെയും സ്വപ്നമായിരുന്നു. എഞ്ചിനീയറിംഗ് സ്വപ്നം അവസാനിച്ചു. എന്താണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഇങ്ങനെ കൂട്ടത്തോടെ തോൽക്കുന്നത്? അല്ലാതെ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല. പിന്നെ എൻജിനീയറിംഗ് പഠിക്കാനുള്ള ഒരു ബുദ്ധിവൈഭവമൊന്നും ഇല്ലാത്തവർക്കൊക്കെ അഡ്മിഷൻ കിട്ടും. കേരളത്തിൽ സംഭവിച്ചത് ഈ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയം ഉണ്ടല്ലോ, ഈ ഓഡിറ്റോറിയങ്ങൾ പലതും എൻജിനീയറിംഗ് കോളേജായിട്ട് മാറി. ശരിക്കും എൻജിനീയറിംഗ് കോളേജിനൊരു ബിൽഡിങ് വേണം, ഒരു കോമ്പൗണ്ട് വേണം. അപ്പോൾ നമ്മുടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്, അത് നടത്തിക്കൊണ്ട് പോകാൻ അല്പം പ്രയാസമാണ്. അപ്പോൾ അതിലും ഭേദമാണ് എൻജിനീയറിംഗ് കോളേജ് ആക്കുക. ഒരു ബോർഡ് വയ്ക്കുക, ഒരു 10-20 സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടറുകൾ മേടിക്കുക, PC ഡെസ്ക്ടോപ്പ്, അത് വാങ്ങിച്ച് നിരത്തി IT കോഴ്സ്. ഇത് എൻജിനീയറിംഗ് കോളേജാണ്, പക്ഷേ IT കോഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. പിന്നെ ബാക്കി അല്പം കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് കോളേജിന് സാങ്ഷനൊക്കെ വാങ്ങിച്ചിട്ട് അത് കോളേജാണ്. അപ്പോൾ രക്ഷിതാക്കൾക്കും ആവശ്യം തങ്ങളുടെ മകനെയോ മകളെയോ എൻജിനീയറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൂരെയൊന്നും പോകണ്ട, ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എഞ്ചിനീയറിംഗ് കോളേജ്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു, പഠിച്ചു. പരീക്ഷ വന്ന് കഴിയുമ്പോഴാണ് തോറ്റു പോകുന്നത്. ഇത് ഈ വിദ്യാഭ്യാസ രംഗത്തെ പറ്റി നിരന്തരം പഠിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന ഡോക്ടർ RVG മേനോൻ, അദ്ദേഹം ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെയും അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇതൊരു 10 വർഷം മുമ്പ് തന്നെ പറഞ്ഞു, 40% കൂടുതൽ പാസ്സുള്ള കോളേജുകൾ മാത്രം ഇനി കേരളത്തിൽ നിലനിർത്തിയാൽ മതി, ബാക്കി കോളേജുകൾ അടച്ചു കളയണം. അതല്ലെങ്കിൽ ഇൻ്റർനാഷണലി നമ്മൾ നാണം കെടും. കേരളത്തിൽ നിന്നുള്ള ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന് വിലയില്ലാതെ പോകും. ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ പെർഫോമൻസ് കാരണം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നതാണ്. അവിടെ നിന്നുള്ള ഡിഗ്രിക്കും കേരളത്തിലെ ഡിഗ്രി ആയതുകൊണ്ട് വിലയില്ല. കോഴിക്കോട് NIT വിലയില്ല. കാര്യം എന്താ? കേരളത്തിലാണ്. അപ്പോൾ കേരളം പൊതുവെ ഫ്രോഡുകളുടെ ഒരു സംസ്ഥാനമാണ്. അംഗീകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇതെല്ലാം ഫ്രോഡ് പരിപാടിയാണ്. അധ്യാപകർക്കും വലിയ വെളിവില്ല, പിള്ളേർക്കും. അപ്പോൾ മൊത്തത്തിൽ പോരാ. അപ്പോൾ അങ്ങനെ നമ്മളുടെ പേര് ചീത്തയാകും. ഇത് അദ്ദേഹം TV-യിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ട് 10-12 വർഷമായി. അദ്ദേഹം പറഞ്ഞു, ഒരു പഠിത്തവും നടക്കുന്നില്ല, പഠിക്കാൻ കഴിവുള്ളവരല്ല, വെറുതെ കയ്യിൽ കാശുള്ളവരാണ് തിക്കിക്കയറുന്നത്. PhD എടുക്കുന്നത് അങ്ങനെയാണില്ല. നിങ്ങൾക്ക് റൈറ്റ് കണക്ഷൻ പാർട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PhD കിട്ടും. ആരെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി പേപ്പർ ഉണ്ടാക്കും, പ്രസൻറ്റ് ചെയ്യും, വാല്യൂ ചെയ്യും. PhD കിട്ടി സുനിലൊന്നും ചെയ്യണ്ട, സുനിലിന് പാർട്ടിയിൽ കണക്ഷൻ ഉണ്ടായാൽ മതി, PhD കിട്ടും. ഇതുപോലെ എൻജിനീയറിംഗ് ആയി. ഇതുപോലെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസവും. മെഡിക്കൽ കോളേജുകളുടെ എണ്ണവും ചുമ്മാ അങ്ങ് പന്നി പേറുന്ന പോലെ അങ്ങ് കൂടിക്കൂടി വരികയല്ലേ. പക്ഷെ അതിന് എന്നിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയൊക്കെ വേണ്ടേ? അതിന് അതുണ്ടാകുമല്ലോ. ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ വലിയ കാര്യമാണ്. നമ്മൾ മലയാളിയാണെങ്കിൽ അസുഖങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കാൻ വെമ്പി നടക്കുകയാണ്. കാശ് അങ്ങോട്ട് കൊടുത്ത് എന്ന് വെച്ചാൽ നോക്കൂ, ഒരു 65 വയസ്സ് കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുവെ കളവന്മാർ ഒറ്റയ്ക്കാണ്. ഇവരുടെ മക്കൾ യൂറോപ്പിലും അവിടെ ഇവിടെയൊക്കെയാണ്. പണ്ടൊക്കെ ഗൾഫിലായിരുന്നു, ഇപ്പോൾ കൂടുതലും യൂറോപ്പ്, കാനഡ ഒക്കെയാണ്. അവിടെ നിന്ന് ഇവർ കാശ് അയച്ചു തരും. ഇവർ തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചു പറയും, എൻ്റെ അച്ഛനെ അവിടെ നിന്ന് കടത്തണം, പറ്റുമെങ്കിൽ ICUവിലാക്കുക. അപ്പം പുറത്തായി കഴിഞ്ഞാൽ ഒരു ബൈസ്റ്റാൻഡർ വേണം, ICUവിൽ ബൈസ്റ്റാൻഡർ പോലും പാടില്ല. ഈ കളവനെ അങ്ങോട്ട് അടച്ചു, തട്ടിപ്പോയി കഴിയുമ്പോൾ തിരിച്ചെടുത്താൽ മതി, ആ കാശ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം. അപ്പോൾ ഈ കളവന് ചാവാനായിട്ട് വലിയ നേരമൊന്നും വേണ്ട, ആ ട്യൂബൊന്ന് അടച്ചു കഴിഞ്ഞാൽ കളവൻ്റെ പ്രാണം പോകും. ഇവരടക്കിയില്ല, അവിടെ കിടക്കട്ടെ എന്ന് കഴിഞ്ഞ് 10 ദിവസം. കാനഡയിൽ നിന്ന് മകൻ വിളിച്ചു പറയും, എന്താ ഈ സംഭവം? ഒരു 4-5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് തിരിച്ചു വരാൻ പറ്റുന്നത്? എപ്പോഴാണ്? ഞാൻ 27-ാം തീയതി എത്തും. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, 26-ാം തീയതി വെളുപ്പിനെ ഒരു
5 മണിക്ക് ഊരിയേക്കാം. അപ്പോൾ ഒരു ദിവസം മോർച്ചറിയിൽ വെച്ച് അതിൻ്റെ കാശും കൂടെ അത് കുഴപ്പമില്ല, അത് ഞാൻ തന്നേക്കാം. ഇങ്ങനെ അറേഞ്ച് ഡെത്ത് ഇതുപോലത്തേക്കുള്ള മഹാപാപങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് വെച്ച് കാശുണ്ടാക്കുക, ഈ കോളേജിനോട് ചേർന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി അത് കാശ്, അങ്ങനെ റാക്കറ്റ് നടത്തുക. ഇതിൽ സംഭവിക്കുന്നത് കൊള്ളാവുന്ന ആശുപത്രിയും കൊള്ളാവുന്ന ഡോക്ടർമാരും ഉണ്ട്, അവർക്ക് വിലയില്ലാതെ പോകും. അവർ ഈ അഡ്വർടൈസ്മെൻറ്റിന് സംഗതിക്ക് ഒന്നും പോകാറില്ല. അവരുടെ ചെറിയ പക്ഷേ അവരെപ്പോലും ആളുകൾ സംശയത്തോടെ നോക്കിക്കാണുന്നു. നേരത്തെ നമുക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടായ രോഗിയും ഡോക്ടറും തമ്മിൽ. ഇന്ന ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും. പഴയ അമ്മച്ചിമാരൊക്കെ ഇല്ലേ, എടാ എന്നെ ആ ജോർജ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അങ്ങനെ ഒരു ചുവന്ന ഗുളിക തരും, അത് തിന്നാൽ എൻ്റെ സർവ്വ അസുഖവും മാറും. ചുവന്ന ഗുളിക എന്ന് പറഞ്ഞാൽ എന്തോ വിറ്റാമിൻ ഗുളികയാണ്. ആ ഡോക്ടറെ അടുത്ത് തിന്ന് കഴിയുമ്പോൾ എന്ത് പറ്റി അമ്മച്ചി ആ കൂടെ മുഖത്തൊരു എൻ്റെ ഡോക്ടറെ എനിക്ക് അങ്ങനെ ഇങ്ങനെ അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നാളെ ഡോക്ടർ ഞാനൊരു കടുപ്പപ്പെട്ട് പ്രയോഗം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പഴയ വിറ്റാമിൻ തന്നെ മഞ്ഞ നിറത്തിലുള്ളത് ബ്രാൻഡ് മാറിയ നിറം മാറില്ല എഴുതി കൊടുക്കും. അമ്മച്ചി ഇത് കഴിച്ചു. അത് കഴിച്ചപാടെ അമ്മച്ചിക്ക് വലിയ സംഗതിയൊന്നുമില്ല, എല്ലാം വിറ്റാമിൻ ബി ആണ്, മഞ്ഞയും പച്ചയൊക്കെ വിറ്റാമിൻ ബി. മാനസികമായിട്ട് അമ്മച്ചിക്ക് ട്രസ്റ്റ് ഡോക്ടർ ഈ ട്രസ്റ്റ് നഷ്ടപ്പെടുത്തുന്ന രീതിയായി ഇപ്പോൾ ഇവരുടെ ഈ പരിപാടി. എൻജിനീയറിങ്ങിലോ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു, അതിൽ പിന്നെ യന്ത്രങ്ങൾക്കോ കമ്പ്യൂട്ടറിനോ ഒക്കെ വരുന്ന കേടുപാട് തലയ്ക്ക് വിളിവുള്ള വേറെ ആരെങ്കിലും വന്ന് ശരിയാക്കിക്കോളും. ഇത് മനുഷ്യൻ്റെ ആരോഗ്യം എന്ത് ചെയ്യും? ഒരിക്കലും കൈവിട്ട് പോയില്ലേ. ഇത് വല്ലാത്ത പ്രതിസന്ധിയാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം പൊളിറ്റിക്കലി കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താ? എല്ലാവർക്കും പഠിക്കാനുള്ള തുല്യമായ അവസരം ഉണ്ടാകണം, വേണമല്ലോ. അതായത് കുറഞ്ഞത് 10 ലക്ഷം പേർക്ക് ഡോക്ടറോ എൻജിനീയറോ PhDയോ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിന് പറ്റിയ സൗകര്യം അയാളുടെ വീട്ടിനടുത്ത് ഉണ്ടാവണം. ഇതാണ് മാതൃകാ വിദ്യാഭ്യാസം. വാസ്തവത്തിൽ ഇതല്ല വിദ്യാഭ്യാസം. ആർക്കെങ്കിലും അതിനുള്ള അഭിരുചി ഉണ്ടെങ്കിൽ ആ അഭിരുചിയുള്ളവരെ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. 3 മെഡിക്കൽ കോളേജുണ്ട്. മിടുക്കന്മാരും മിടുക്കുകളുമായി ഇത്ര പേർക്ക് അഡ്മിഷൻ കിട്ടും. അല്ലാത്തവർക്ക് ഡോക്ടറാകണം സാധ്യമല്ല. നിങ്ങൾക്ക് വാശിയുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളെ ഡോക്ടറാക്കാൻ സാധ്യമല്ല. അപ്പോൾ എൻ്റെ അവസരം നിഷേധിച്ചു. അവസരങ്ങൾ നിഷേധിക്കപ്പെടും നിങ്ങൾ മിടുക്കനല്ലെങ്കിൽ. നിങ്ങൾക്ക് വേറെ ചില മിടുക്കുകളുണ്ട്, അത് കണ്ടുപിടിക്കുക. എല്ലാവരും ഡോക്ടറാകാൻ പോകുന്നില്ല സമൂഹത്തിൽ. എല്ലാവരും ഡോക്ടറും എൻജിനീയറും. ഇതും അന്ന് മേനോൻ സാർ ചൂണ്ടിക്കാണിച്ചതാണ്. നിങ്ങൾക്ക് ഈ 2 ജോലിയല്ലാതെ വേറെ ഒന്നുമില്ലേ? നല്ല പാട്ടുകാരൻ വേണ്ടേ നാട്ടിൽ? അവനെങ്ങനെ ഉണ്ടാകും? അവനെ ആര് പ്രോത്സാഹിപ്പിക്കുന്നു? ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഗ്രേറ്റ് യേശുദാസിനെ എടുത്ത് നോക്കിയാൽ മതി. ആരായിരുന്നു യേശുദാസിനെ വളർത്തിക്കൊണ്ടുവന്നത്? എവിടെയൊക്കെ കിടന്ന് ചെമ്മൻകുടി ശ്രീനിവാസയ്യരുടെ കാർ ഷെഡിൽ കിടന്നു ശ്രീനിവാസയ്യർ പഠിപ്പിച്ചു. അങ്ങനെയാണ് യേശുദാസ്. അല്ലാതെ യേശുദാസിന് ഒരവസരവും സമൂഹം കൊടുക്കൂ ഒന്നും ചെയ്തൊന്നുമില്ല. ബട്ട് ഇനി വരുന്ന യേശുദാസുമാർക്ക് വേണ്ടി എന്ത് സംവിധാനമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? നല്ലൊരു ചിത്രകാരന് എന്ത് സംവിധാനമാണുള്ളത്? നല്ലൊരു ശില്പിക്ക് എങ്ങനെയാണ് കാനായി കുഞ്ഞിരാമൻ ഉണ്ടായത്? ഏത് കോളേജിൽ നിന്നാണ്? പക്ഷേ അതൊക്കെ നമ്മളൊരു തൊഴിലായിട്ട് അംഗീകരിക്കുന്നില്ല ഇപ്പോഴും. അത് ചെയ്യാൻ പഠിക്കണം ആദ്യം. ആ ഒരു മാറ്റമാണ് സമൂഹത്തിൽ വരേണ്ടത്. സമൂഹത്തിൽ മനസ്സിലാക്കുക, ഡോക്ടറുടെ അതേ റോള് തെങ്ങ് കയറ്റക്കാരൻ വഹിക്കുന്നുണ്ട്. നേരത്തെ തെങ്ങ് കയറ്റക്കാരന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, അയാൾക്കൊരു അന്തസ്സ് കുറവും ഉണ്ടായിരുന്നില്ല. അയാൾ കുടുംബത്തിലെ ഒരു ഭാഗമായിരുന്നു. തെങ്ങ് കയറ്റക്കാരൻ, ക്ഷുരകൻ, ഇവരൊക്കെ ഓരോ ഫാമിലിയിലെയും മെമ്പർമാരാണ്. അവരേതൊക്കെ പറമ്പിൽ തെങ്ങ് കയറുന്നുണ്ടോ ആ ഫാമിലിയിലെ ഒരു മെമ്പറും കൂടെയാണ് അയാൾ. എപ്പോൾ വേണമെങ്കിലും കയറി ചെന്നിട്ട് ചോറ് പ്രാതൽ എന്താണെന്ന് വെച്ചാൽ അയാൾ കഴിക്കും, കൊടുക്കും. ഹീ ഈസ് എ മെമ്പർ ഓഫ് ദാറ്റ് ഫാമിലി. ശരിയാണ്. അതേസമയം ആ തെങ്ങ് കയറ്റക്കാരൻ, ഞങ്ങളുടെ നാട്ടിലെ തെങ്ങ് കയറ്റക്കാർ പാടുന്ന പാട്ടുണ്ടായി ഡോക്ടർമാരെ കളിയാക്കിക്കൊണ്ട്. അപ്പോത്തിക്കരി മുതൽ ശിപ്പായിമാർ വരെ കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞൊരു പാട്ട് സർക്കാർ ആശുപത്രികളെ കളിയാക്കിക്കൊണ്ടാണ്. അപ്പോത്തിക്കരി എന്നാണ് ഡോക്ടറെ വിളിക്കുന്നത്. അപ്പോൾ അപ്പോത്തിക്കരി മുതൽ ശിപ്പായിമാർ വരെ കൈക്കൂലി വാങ്ങുന്ന സ്ഥലമാണ് ഈ സാധനം എന്ന് ഇവർ തൻ്റെ ഇടത്തോടെ തിരിച്ച് പരിഹസിച്ചിരുന്നു ഡോക്ടർമാർ. ഇതൊന്നും കുറഞ്ഞ തൊഴിലല്ല, ഇതൊക്കെ ആവശ്യമായ തൊഴിലാണ്. ഇതെല്ലാം ചേരുമ്പോഴാണ്
മനുഷ്യ സമൂഹമാകുന്നു. എഞ്ചിനീയറും ഡോക്ടറും മാത്രമുള്ളൊരു സമൂഹം എങ്ങനെയിരിക്കും? എന്തൊരു വൃത്തികേടായി. അത് ശരിയാണ് ടി ജി. അപ്പോൾ അതിനകത്ത് വേറെ പ്രശ്നം ഇത് ഞാൻ പറയുന്നത് ഈ മെനൻ സാറിനെ പോലുള്ളവരുടെ അഡ്വൈസ് എടുക്കുക. പൂട്ടിക്കളയി എഞ്ചിനീയറിംഗ് കോളേജസ്. യു ഡോണ്ട് നീഡ് ദീസ് മെനി എഞ്ചിനീയറിംഗ് കോളേജസ്. 2004 എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് പാസ്സായ എൻ്റെ ഫ്രണ്ട് 2004 എന്നോട് പറഞ്ഞു, എടാ 800 രൂപയ്ക്ക് ജോലി ചെയ്യാൻ കേരളത്തിൽ എഞ്ചിനീയറെ കിട്ടും. ഞാൻ പറഞ്ഞു 800 രൂപ? അതേ, മാസം 800 രൂപ ശമ്പളത്തിന് എഞ്ചിനീയറെ കിട്ടും, നിന്ന് നോക്കുമെന്ന്. ഞാൻ അവന് മെസ്സേജ് അയച്ചു. കഴിഞ്ഞ വർഷം മെസ്സേജ് അയച്ചു, നീ പറഞ്ഞത് സത്യമാണ്, 800-നും 750-നും കിട്ടും ഇപ്പം. കാരണം എഞ്ചിനീയറിംഗ് പാസ്സായി വേറെ തെങ്ങ് കയറാൻ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവന് എഞ്ചിനീയർ ആവാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ 700 രൂപ. അപ്പോൾ അവിടെ നിൽക്കുക, അപ്രൻറ്റീസായിട്ട് വല്ലതും നിൽക്കുക, 700 രൂപ അങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഈ മെഡിക്കൽ പ്രൊഫഷനായിട്ട് കമ്പയർ ചെയ്തു. പക്ഷേ മെഡിക്കൽ കോളേജുകളിൽ ഇത്ര ഒരു കൂട്ടത്തോൽവി ഉണ്ടാവുന്നില്ല, ഒന്നത്. രണ്ടാമത്, മെഡിക്കൽ കോളേജുകൾക്ക് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പോലെയുള്ള ഒരു മേൽനോട്ട സമിതിയൊക്കെ ഉണ്ട്. അവർ മാനദണ്ഡങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ക്വാളിറ്റി വിലയിരുത്തുന്നുണ്ട്. എഞ്ചിനീയറിംഗിന് ഇങ്ങനെ സംവിധാനം ഒന്നുമില്ലേ? മെഡിക്കൽ കോളേജിൽ ഇങ്ങനൊരു പഠനം നടന്നിട്ടില്ല, അതുകൊണ്ട് റിസൾട്ട് പുറത്ത് വന്നിട്ടില്ല. ഈ പഠനത്തിൽ തന്നെ പൊഴിഞ്ഞു പോയവർ എത്രയുണ്ടെന്ന് നോക്കി, ഇടയ്ക്ക് വെച്ച് എഞ്ചിനീയറിംഗ് പഠനം നിർത്തിപ്പോയവർ. സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. സീറ്റ് ഒഴിഞ്ഞു കിടക്കും. പക്ഷേ MBBS-നില്ല. MBBS താമസിയാതെ തുടങ്ങും ഇതൊക്കെ. കാരണം നിങ്ങൾക്ക് മാർക്കറ്റിൽ വിലയില്ലാതെയാകും. MBBS ഇപ്പോൾ നീറ്റിലെ കള്ളത്തിനും കൂടെ പുറത്തു വന്ന സ്ഥിതിക്ക് ഇതിൻ്റെയൊക്കെ വിശ്വാസ്യതയല്ലേ തകർന്നു പോകുന്നത്? അല്ല, ഞാൻ ചോദിച്ചാൽ IMC പോലെ ഒരു ബോഡി ഇല്ലേ എഞ്ചിനീയറിംഗിൻ്റെ ഈ ക്വാളിറ്റിയും ഒക്കെ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇല്ല, കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ബട്ട് അതൊക്കെ ഇത്രേ ഉള്ളൂ. ആരിവരുമായിട്ട് മലിടാനും യുദ്ധത്തിനും ഒക്കെ പോകുന്നു. സർക്കാരിന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നില്ലേ? സർക്കാരിന് ഈ നമ്മളുടെ പൊതുജനങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് കൊടുക്കാനുള്ളതാണ് സർക്കാർ എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. ജനങ്ങൾക്കൊപ്പം. ജനങ്ങൾക്ക് പലപ്പോഴും ഭ്രാന്താണ്. ഐ എം ടെല്ലിങ് യു. ഈ മോബോക്രസി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ഡെമോക്രസി അല്ല, മോബോക്രസി. പൊതുജനം കൂടിയിട്ട് പൊതുജനത്തിൻ്റെ താൽക്കാലിക വികാരമനുസരിച്ച് ഒരു കാര്യം ആവശ്യപ്പെടും. അതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടും. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം ജനങ്ങളുടെ കൂടെ, ജനങ്ങൾക്കൊപ്പം, അവരുടെ ആവശ്യത്തിനായി. അവരുടെ ആവശ്യം പ്രാന്താണ്. ആ പ്രാന്തിന് നിങ്ങൾ കൂട്ടു നിൽക്കുക. മലപ്പുറത്ത് ഇതുപോലെയാണ് എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം, കൊടുക്കരുത്. മലപ്പുറത്ത് ഇപ്പോൾ സമരം നടക്കുകയാണ്. ഒരുപാട് കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ പോകുന്നു. +2 പഠിക്കാൻ, അതെ, +2 പഠിക്കാൻ പറ്റുന്നില്ല. +2 നിങ്ങൾ സീറ്റുള്ള സ്ഥലത്ത് പോയി പഠിക്കണം. ഞാൻ എൻജിനീയറിംഗ് പഠിച്ചു. അന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അല്ലാതെ എൻ്റെ ചേർത്തലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കിയിട്ട് എന്നെ അവിടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അത് ഡിഗ്രി അല്ലേ? ഇത് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണ്. അല്ല, 10ാം ക്ലാസ്, ഞാനും 12ാം ക്ലാസ് കഴിഞ്ഞാൽ പോയത് എഞ്ചിനീയറിങ്ങിന്. അല്ല, ഈ +2ൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അല്ല, ആയിക്കോട്ടെ, +2 ആയാലെന്താ? എൻ്റെ സിസ്റ്റർ അന്ന് പ്രീ യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. അവിടുന്ന് എറണാകുളത്ത് വന്നിട്ട് സെൻറ്റ് തെരേസാസ് കോളേജിലാണ് പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചത്. അവിടെ ഇല്ല പ്രീ യൂണിവേഴ്സിറ്റി. എന്ത് ചെയ്യും? ഉള്ള സ്ഥലത്ത് വന്ന് പഠിക്കും. ഇവിടെ പ്രീ യൂണിവേഴ്സിറ്റി ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്ന പരിപാടി അന്ന് പിള്ളേർക്ക് ഉണ്ടായിരുന്നുമില്ല. ചെയ്താൽ ആരും അംഗീകരിക്കുമായിരുന്നുമില്ല. ഇപ്പോൾ അത് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് സ്കൂൾ വേണം. എന്നിട്ട് ഈ സ്കൂളെല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എറണാകുളത്ത് ഞാൻ കാണുന്ന കാഴ്ചയാണ്, എന്താ, ഫാത്തിമ സ്കൂൾ, ഫോർട്ട് കൊച്ചി. കാക്കനാട് നിന്ന് വരുന്ന ബസ്സാണ്. കാക്കനാട് നിന്ന് ഫോർട്ട് കൊച്ചിക്ക് വരും. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാക്കനാടെന്ന ഒരു സ്കൂളുണ്ട്, അങ്ങോട്ട് രാജഗിരി സ്കൂൾ, അങ്ങോട്ട് ബസ് പോകുന്നു. ഈ എല്ലായിടത്തും സ്കൂൾ വെച്ചിട്ടുണ്ട്. പക്ഷേ പിള്ളേർ പഠിക്കുന്നത് പലപ്പോഴും ഇവിടെ നിന്നുള്ളവർ അവിടെയും അവിടെ നിന്നുള്ളവർ ഇവിടെയാണ്. കാരണം യു ഗെറ്റ് ദാറ്റ് ലക്ഷറി ഓഫ് ട്രാവലിംഗ് ഇൻ എ ബസ്. ബാക്കി ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, സ്കൂൾ ബസ് എന്ന് പറയുന്ന പരിപാടി ഞങ്ങൾ നിർത്തുന്നു. കാരണം ഇപ്പോൾ കേരളത്തിൽ ഏകദേശം എല്ലാ സ്ഥലത്തും വിതിൻ 2 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഒരു സ്കൂളുണ്ട്. 2 കിലോമീറ്റർ ചെറുപ്പത്തിൽ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. 3 6 കിലോമീറ്ററും ഇടയ്ക്കൊരു കായലുമായിട്ട് പഠിച്ചവനാണ് ഞാൻ. വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ പറ്റില്ല, ഇപ്പോൾ വയസ്സായിപ്പോയി. പക്ഷേ നടക്കാവുന്ന എല്ലാവരും നടക്കുന്നു. ഞാൻ നടന്നത് മഹത്തായ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. എല്ലാവരും നടക്കുന്നു. ബസ്സില്ല, സ്കൂൾ ബസ്സില്ല, ലൈൻ ബസ്സില്ല, ഒന്നുമില്ല. ഗ്രാമപ്രദേശത്തെ പഞ്ചായത്ത് റോഡ് വഴിക്കാണ്. ഇടയ്ക്കൊരു കായലുമുണ്ട്. 3 കിലോമീറ്റർ ദൂരം നടക്കണം.
അപ്പോൾ 2 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ വലിയൊരു കാര്യമൊന്നുമല്ല, അത് നടക്കേണ്ടത് തന്നെയാണ്. സ്കൂൾ പിള്ളേർ നടന്ന് മാത്രം പോയാൽ മതി എന്ന് പറയുക. നിങ്ങൾ ഒരുപാട് ഫ്യൂവലും ലാഭം, ട്രാഫിക്കും ഒക്കെ കുറഞ്ഞു കിട്ടും. അത്ര പെട്ടെന്ന് സമൂഹത്തിന് ഇപ്പോൾ ഡൈജസ്റ്റ് ചെയ്യത്തില്ല. എന്താ സമൂഹത്തിന് ഡൈജസ്റ്റ് ചെയ്യാതെ? സർട്ടൺ തിങ്സ് യു ഹാവ് ടു ഇംപ്ലിമെൻറ്റ് റൂത്ത്ലെസ്ലി. വെറുതെ സമൂഹത്തിൻ്റെ കൂടെ തുള്ളരുത്. സമൂഹം ഓരോ സമയത്ത് ഇങ്ങനെ അങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം ഇവിടം വരെ എത്തിയത്. നിങ്ങൾ അക്ഷരമാല നിർത്തിക്കളഞ്ഞില്ലേ സ്കൂളിൽ? പുനഃസ്ഥാപിച്ചു. എത്ര വർഷം കഴിഞ്ഞ്? ഞാനൊരു 30 വർഷം മുമ്പാണ് ഞാനിത് അറിയുന്നത്. ഓൾ പാസ്, 9ാം ക്ലാസ് വരെ ഓൾ പാസ്സാണ്, തോൽപ്പിക്കാൻ പാടില്ല. 10th ഏതാണ്ടതുപോലൊക്കെ ആയിരുന്നു. വാല്യുവേഷൻ്റെ ഗൈഡ് ലൈൻസ് വരുന്നു. പാല് തരുന്ന ഒരു മൃഗം, പട്ടി എന്നൊരുത്തന്നെ എഴുതിയെന്ന് വെച്ചോ, പകുതി മാർക്ക് കൊടുക്കണം. പാലുള്ളതുകൊണ്ടല്ല, പായുള്ളതുകൊണ്ട്. പശു എന്നാണ് എഴുതേണ്ടത്. അതിൽ പായുണ്ടല്ലോ, പകുതി ശരിയാണ്. ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അധ്യാപകരാണ് തിരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫുൾ മാർക്ക് തന്നെ കൊടുക്കണം. കാരണം പെറ്റ പട്ടിക്ക് പാലുണ്ട്, നിങ്ങൾ കറക്കാത്തത് നിങ്ങളുടെ കുറ്റം. ശരിയാ, പാൽ തരുന്ന മൃഗമാണ് പട്ടിയും, നിങ്ങൾ എടുക്കുന്നില്ല, അത് പട്ടിയുടെ കുറ്റമാണ്. അതുകൊണ്ട് മുഴുവൻ മാർക്കും കൊടുക്കേണ്ടതെന്ന് സർക്കാസ്റ്റിക്കായിട്ട് അധ്യാപകർ തിരിച്ചടിച്ചു വന്ന് പിന്നെ ആ നിർദ്ദേശം പിൻവലിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു. ഏതായാലും വിദ്യാഭ്യാസ സമ്പ്രദായം അലമ്പാകുന്നതിൻ്റെ ലക്ഷണം ഒരു 30 വർഷം മുമ്പേ ഉണ്ടായിരുന്നു. അത് തലയ്ക്ക് വെളിവുള്ള അധ്യാപകർ പറഞ്ഞിരുന്നു. അത് അന്ന് ആരും കേട്ടില്ല. കാരണം അധ്യാപകർക്ക് അധ്യാപകരുടെ വലിയ സംഘടനയുണ്ട്. അവരുടെ ഇൻക്രിമെൻറ്റ്, ഗ്രേഡ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്താണ് അവരുടെ പരിപാടി. അവർ പിള്ളേരെ അവരുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് രാത്രിയിൽ പിള്ളേർക്ക് സിഗരറ്റും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് ഒട്ടിക്കാൻ പറയും. പിന്നെ പിറ്റേ ദിവസം ഈ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ കേൾക്കുമോ? കേൾക്കില്ല. ഇതിങ്ങനെ അധപ്പതിച്ചു. രാഷ്ട്രീയക്കാർക്ക് വലിയ സന്തോഷമായി. കാരണം AKPCT, KGT എന്നൊക്കെ പറഞ്ഞ് 110 സംഘടന അവരുടെ വോട്ട്. ഇപ്പോൾ ഭരണം നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. വോട്ടർമാരാരാണ്? പിണറായി വിജയൻ്റെയൊക്കെ തൊഴിലാളികളൊന്നുമല്ല. അധ്യാപകർ, NGOമാർ, ഈ PhD റിസർച്ചുകാർ, കോളേജ് പിള്ളേർ, DYFI, ഈ പ്രഭൃതികളൊക്കെയാണ്. തൊഴിലാളിയല്ല. തൊഴിലാളി എന്നൊരു വാക്ക് സുനിൽ കേട്ടിട്ട് എത്ര കാലമായി? കുറേ കാലമായി കേട്ടിട്ടില്ല. കർഷക തൊഴിലാളി ഇല്ല, കയർ തൊഴിലാളി ഇല്ല. അതുപോലെ ഈ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ് എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ള പേരിൽ എല്ലാ കല്യാണ മണ്ഡപവും എഞ്ചിനീയറിംഗ് കോളേജാക്കി മാറ്റിയതിൻ്റെ ഫലമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ ഒരാൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കുറിപ്പ് കണ്ടായിരുന്നു. അതിൽ ഞാൻ ടീച്ചർ പറയാം. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം ഷാർജയിലാണ്. കേരളത്തിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായ ഒരു എഞ്ചിനീയർ കമ്പനികൾ ഉദ്യോഗാർത്ഥിയായിട്ട് ചെന്നു. പുള്ളി ഇൻ്റർവ്യൂ ചെയ്തു. ആദ്യത്തെ ചോദ്യം, പൈപ്പിൻ്റെ ഭാരം എങ്ങനെ കണ്ടുപിടിക്കും? അറിയില്ല. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? അറിയില്ല. പിന്നെ മറ്റൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, MI മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ഭയന്നു പോയി എന്നാണ് ഈ ഇൻ്റർവ്യൂവർ എഴുതിയിരിക്കുന്ന പോസ്റ്റ്. ഞാൻ ആ പയ്യനെ കുറ്റമെന്നും പറയും. ഈ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് വെച്ചിട്ട് ഒരാളെ വിലയിരുത്തത് ഒരുപാട്. ഇപ്പോൾ IASലും ഫൈനൽ ഇൻ്റർവ്യൂ ആണ്. ബട്ട് ആഫ്റ്റർ ലോട്ട് ഓഫ് ടെസ്റ്റ് ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് IASലും ചോദിക്കാറുണ്ട്. ഇപ്പോൾ അതും ഒരു യൂട്യൂബ് വീഡിയോ ആണ്, IAS ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെ. അതിൽ ഇവരോട് പറയുന്നു, അമ്പിളി മാമൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് ചന്ദ്രനെ മാമൻ എന്ന് വിളിക്കാൻ കാര്യം? ചിറ്റപ്പനെന്നോ അച്ഛനെന്നോ അപ്പൂപ്പനെന്നോ വിളിക്കാതെ മാമൻ എന്ന് വിളിക്കാൻ കാര്യം എന്താ? കാരണമാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഒരാളെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുക, അയാളെ അമ്പരപ്പിക്കുക. അപ്പോൾ അയാൾ പരിഭ്രമിക്കും. പിന്നീട് ഈ പരിഭ്രമത്തിൻ്റെ പുറത്ത് അടുത്തടുത്ത ചോദ്യങ്ങളെല്ലാം അയാൾ ഫ്ലോ തകർത്ത് കളയും. സോ അതെ, അതൊരു സംഗതിയാണ്. അപ്പോൾ ഇതിലിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഈ ഇൻ്റർവ്യൂ ചെയ്ത ആളിനെയും കുറ്റം പറയുന്നില്ല. ഒരു പക്ഷേ ഇതൊരു ഇൻഡിക്കേഷനുമാകാം. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്നുള്ള സങ്കല്പം തന്നെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1 എന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ ഡെൻസിറ്റിയും എടുക്കുന്നത്. ആ ഡെൻസിറ്റി എന്നുള്ള അടുത്ത ചോദ്യമാണ് ഈ പൈപ്പിൻ്റെ വെയിറ്റ് ചുമ്മാ ത്രാസിൽ വെച്ച് നോക്കിയാൽ വെയിറ്റ് ആയില്ല എന്ന് തോന്നാം. അങ്ങനെയല്ല, ത്രാസില്ലാതെ പൈപ്പിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ 1 മീറ്റർ ഉള്ള ഇരുമ്പ് പൈപ്പ്, അതിൻ്റെ ഡയമീറ്റർ നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ തിക്നെസ് ഉണ്ട്, അതിൻ്റെ ഡെൻസിറ്റി ഉണ്ട്.
ഇതുണ്ടെങ്കിൽ ആ പൈപ്പിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ ത്രാസ് വേണ്ട, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇറ്റ്സ് എ മാറ്റർ ഓഫ് കാൽക്കുലേഷൻ. മാത്തമാറ്റിക്സും ഫിസിക്സും ചേർന്ന ഒരു ചോദ്യമാണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എൻജിനീയറിങ് അറിഞ്ഞുകൂടാത്തവർ പോലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്തു നിന്ന് മൂവ് ചെയ്യാനുള്ള മടി, അതാണ് ഇനേർഷ്യ. അതിനോടുള്ള റെസിസ്റ്റൻസ്, ഇനാക്ഷൻ എന്ന് പറയുന്ന പോലെ അല്ലേ. ഒരിക്കലും ഇയാളെ മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മൂവ്. അപ്പോൾ ഇട്ടിരിക്കുന്നൊരു ട്രെയിൻ, അതിനൊരു ഇനേർഷ്യയുണ്ട്. ആ ഇനേർഷ്യയെ ഓവർകം ചെയ്യാനുള്ള ഫോഴ്സ് എൻജിൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഡി സി മോട്ടറിനാണ് ഇനിഷ്യൽ ടോർക്ക് വളരെ കൂടുതലാണ്. ഡി സി മോട്ടർ, എ സി മോട്ടറല്ല ഇതിലുപയോഗിക്കുന്നത്, പലപ്പോഴും ഡി സി മോട്ടേഴ്സാണ്. കാരണം അസാമാന്യമായ സ്റ്റാർട്ടിങ് ടോർക്കാണ് അതിന്. വലിയ ലോഡ് ഒറ്റയടിക്ക് വലിക്കും, പിന്നെ സ്റ്റേബിളായിട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ നിന്ന ട്രെയിനിനെ ഒന്ന് ഇളക്കാൻ വേണ്ട ഫോഴ്സ് അപ്രോക്സിമേറ്റ്ലി കാണും. സയൻറ്റിഫിക്കലി ഇങ്ങനെ അല്ലെങ്കിലും അപ്രോക്സിമേറ്റ്ലി ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ആ ഇനേർഷ്യ മറികടക്കാനുള്ള മൊമെൻ്റ് പിന്നെ വന്നു കഴിയുമ്പോൾ ഇവൻ്റെ മൊമെൻറ്റുമായി പിന്നെ എൻജിൻ ഒന്നും ചെയ്തില്ലെങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കുറേ ദൂരം പോയിട്ട് നിൽക്കുകയുള്ളൂ. അതാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷനിലൊക്കെ ആൾക്കാർ പറയില്ല മോദി വന്നു പോയതിൻ്റെ ആ മൊമെൻറ്റം നിലനിന്നു. മോദി പോയി, എൻജിൻ പോയി, പക്ഷേ ഈ പോക്ക് തുടരുന്നു, മൊമെൻറ്റം. അപ്പോൾ അതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ് എൻജിനീയറിങ്ങിനെ, ബേസിക് ചോദ്യങ്ങളാണ് അല്ലേ. പക്ഷേ അതേസമയം ഈ ഉദ്യോഗാർത്ഥി പകച്ചു പോയിരുന്നെങ്കിൽ ഞാൻ അയാളെ കുറ്റം പറയില്ല. ചിലർക്ക് സംഭവം പേടിച്ചു പോവുക, അന്തരീക്ഷം ഒക്കെ ആയിട്ട്, അപ്പോൾ ഒന്നും പറയാതെ ആയിപ്പോവുക. അത് ഇതിൻ്റെ നിലവാരവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ശരിയല്ല. ബട്ട് ഇഫ് ഇറ്റ് വാസ് എ റിയൽ ഇൻ്റർവ്യൂ, ഈ ഉദ്യോഗാർത്ഥിയെ റിലാക്സ് ആക്കിയിട്ട് അയാളോട് ചോദിച്ച് ഈ ഉത്തരം കിട്ടിയെങ്കിൽ അദ്ദേഹം എഴുതിയത് സത്യമാണ്. അങ്ങനെ ആവണമെന്ന് തോന്നുന്നു. കാരണം അത് വിദേശത്ത് നടന്ന ഇൻ്റർവ്യൂ ആണ്, ഷാർജയിലാണ്. അത് ഒരുപാട് പേര് ഇത് പറയുന്നുണ്ട്. അൺഎംപ്ലോയബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് എല്ലാ രംഗത്തും. അൺഎംപ്ലോയബിൾ, ക്വാളിഫൈഡ് ആണ്, ബട്ട് അൺഎംപ്ലോയബിൾ. ജോലി കൊടുക്കാൻ പറ്റില്ല ഇയാൾക്ക്. ഉത്തരവാദിത്വ ബോധമില്ല, സാമാന്യ ബുദ്ധിയില്ല, ഒന്നുമില്ല. എങ്ങനെയോ തട്ടിമുട്ടി പരീക്ഷ എന്ന് പറയുന്ന കടമ്പ പാസ്സായി. അല്ല, എനിക്ക് തോന്നുന്നു ടി ജി പറഞ്ഞത് തന്നെയാണ് സൊല്യൂഷൻ തോന്നുന്നു. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക തന്നെയാണ് വേണ്ടത്. അതെ, യു ഡോണ്ട് നീഡ് ദിസ് മെനി എൻജിനീയേഴ്സ്, യു ഡോണ്ട് നീഡ്. നമ്മളിപ്പോൾ ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മകനെയോ മകളെയോ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിൽ എഞ്ചിനീയറോ ഡോക്ടറോ ആക്കുക, എന്നിട്ട് കാനഡ, യൂറോപ്പ്, ഇറ്റലി, ഗൾഫും കൂടെ ചേർത്തോ. ഗൾഫ് തീർന്നിട്ടൊന്നുമില്ല, ഇപ്പോഴും ചാൻസും. ഇതിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഇപ്പോൾ പൊളിഞ്ഞു തുടങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു സൂചനയാണ് ഈ റിസൾട്ട്. കഷ്ടമാണല്ലേ, കഷ്ടം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.